السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഹിജറ 9-ാമത്തെ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ പഠിക്കാനുള്ള നിവേദക സംഘങ്ങൾ പിന്നെയും വരവായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒട്ടേറെ സംഘങ്ങൾ പല രാജ്യത്തു നിന്നും വന്നതുപോലെ ഈ ഹജ്ജിന്റെ ശേഷവും പിന്നെയും ആളുകൾ ഇങ്ങനെ ദുൽഹജ്ജും ഈ ഹിജറ 10-ാമത്തെ വർഷത്തിലുമൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വന്ന ഒരു സംഘമായിരുന്നു ബനൂ ഹനീഫ സംഘം, വഫ്ദു ബനി ഹനീഫ. ചരിത്രത്തിൽ ഏറെ പ്രാധാന്യപൂർവ്വം പറയപ്പെട്ടിട്ടുള്ള ഒരു നിവേദക സംഘമാണ് ബനൂ ഹനീഫ സംഘം. അവരെവിടെ താമസിച്ചിരുന്നവരാ? മക്കയുടെയും യമനിന്റെയും ഇടക്കുള്ള യമാമ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ടീമായിരുന്നു ബനൂ ഹനീഫ ഗോത്രക്കാര്. അവരുടെ സംഘത്തിൽ ഒരു നേതാവായിക്കൊണ്ട് വന്നത് മുസൈലിമയായിരുന്നു. മുസൈലിമ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ പ്രായമുള്ള ഒരാളാണ്. അയാള് കൂട്ടത്തിൽ വന്നു. ആദ്യമൊക്കെ വന്നു ഇങ്ങനെ മുസ്ലിമായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചുപോയി. പിന്നീട് വലിയൊരു സംഘത്തെയും കൊണ്ട് മൂപ്പര് വന്നു. പക്ഷെ ആ വരവത്ര സുഖല്ല. അയാള് കൂടെയുള്ള പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചു. തിരിച്ചു പോകുമ്പോഴും ഇയാള് നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്കാണ്ട് വരാതെ ഒന്ന് അഹങ്കരിച്ച് ഒരൽപ്പം നേതാവാകാൻ മോഹിച്ച് ഒരു പ്രത്യേകമായ രൂപത്തിലൊക്കെയുള്ള സ്വഭാവങ്ങൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അയാളെ പറ്റി ചരിത്രം പറയുന്നത്, അയാൾ വാദിച്ചിരുന്നു ഞാൻ റഹ്മാനാണ് എന്ന്. യമാമയിലെ റഹ്മാനാണ് ഞാൻ എന്ന് വാദിച്ച് അവിടെ കുറെ അണികളെയും അനുയായികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നേതാവായിട്ടിരിക്കുന്നയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു രംഗ പറയുന്നുണ്ട്, ഖദിമ മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാ. പിന്നീട് നബിത്വം ബാധിച്ച ആളാ. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ നബിത്വം ബാധിച്ച ആളാ മുസൈലിമ. ഈ മുസൈലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കുറെ ആളുകളെയും കൂട്ടി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അയാൾ പറയാൻ തുടങ്ങി, ഇൻ ജഅലലി മുഹമ്മദുനിൽ അംറ മിൻ ബഅദിഹി തബിഅതുഹു. അയാൾ ആൾക്കാരോടൊക്കെ വരുമ്പോ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ മുഹമ്മദിനെ പിൻപറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ഉപാധി ഉണ്ട്. അതെന്താ? മുഹമ്മദിന്റെ ശേഷം കാര്യങ്ങളൊക്കെ എനിക്കായിരിക്കണം. മുഹമ്മദിന്റെ കാലശേഷം കാര്യം കൈയാളുന്ന നേതാവ് ഞാനാവണം. എനിക്കധികാരം കിട്ടണം. ഞാനായിരിക്കണം ഇവിടെയുള്ള ആളുകളുടെയൊക്കെ മുന്നണി നേതാവായിട്ട് വരേണ്ടത്
അങ്ങനെ വലിയൊരു ടീമിനെയും കൊണ്ട് മൂപ്പര് ഈ വർത്താനൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് എത്തി. ഫഅഖ്ബല ഇലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അങ്ങനെ അഭിമുഖീകരിച്ചു. മഅഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആ നേരത്ത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് വഫി യദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിത്അതു ജരീദ്, ഒരു ഈത്തപ്പനയുടെ മട്ടലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ. ഒരു ഈത്തപ്പനയുടെ മട്ടൽ പ്രവാചകന്റെ കയ്യിലുണ്ട്. അങ്ങനെ മുസൈലിം അങ്ങനെ വന്നിട്ട് അയാളുടെ അനുയായികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അയാളുടെ ആഗ്രഹം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ സഅൽതനി ഹാദിഹിൽ ഖിത്അ മാ അഅതൈതുകഹ, എന്റെ ശേഷം നിനക്ക് അധികാരവും പദവിയും നേതാവും ഒക്കെ ആകുന്നത് പോയിട്ട് എന്റെ ഈ കയ്യിലുള്ള ഒരു വരിയില്ലാത്ത ഈ ഒരു ഈത്തപ്പനയുടെ മട്ടലുണ്ടല്ലോ, ഇതെനിക്ക് തരുമോന്ന് ചോദിച്ചാൽ നിനക്ക് തരൂല. ഇതെനിക്ക് തരുമോന്ന് ചോദിച്ചാൽ വരെ ഞാൻ നിനക്ക് തരാൻ വിചാരിച്ചിട്ടില്ല. നിന്റെ കാര്യം വിജയിക്കൂല. അത് നിന്നിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, നിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നീ വിജയിക്കാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ട മുഅ്ജിസത്താണിത്. അവിടുത്തെ അള്ളാഹുവിന്റെ ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സംസാരിക്കാണ്. മനസ്സിലായി പോയി ഇത് കള്ളവാദിയാണെന്ന്. മുസൈലിമയുടെ കോലവും ചേലും അവന്റെ സംസാരവും അവന്റെ വർത്താനവും അവന്റെ ആഗ്രഹവും അവന്റെ ബോഡി ലാംഗ്വേജും അവന്റെ എല്ലാ പെരുമാറ്റങ്ങളും കണ്ടപ്പോ തന്നെ തോന്നി ഇവൻ നല്ലവനല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ അള്ളാഹ് നിന്നെ വെറുതെ വിടുന്നു നീ വിചാരിക്കണ്ട, അറുത്തു കളയും. നീ നശിച്ചു പോകും, നിന്റെ അന്ത്യം സംഭവിക്കും, മോശമായ അന്ത്യമായിരിക്കും. നിന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ചില സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. മുസൈലിമ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഈ മോഹം പറയുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനതാ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നം എന്താണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബൈന അനനായിമുൻ, ഞാൻ ഉറങ്ങുന്നവനായിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുന്ന നേരത്തതാ സ്വപ്നത്തിലതാ റഅയ്തു ഫീ യദി സിവാറൈനി മിൻ ദഹബിൻ, എന്റെ എന്റെ കയ്യിലുണ്ട് 2 സ്വർണത്തിന്റെ വള. റസൂലുള്ള സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ 2 സ്വർണവള കാണുന്നു. ഫഅഹമ്മനി ശഅ്നുഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഹറാമായൊരു സംഗതി, പാടില്ലാത്തൊരു സംഗതി, ആണുങ്ങൾക്ക് ധരിക്കാനേ പാടില്ല, നരകത്തെയാണതെന്ന് പറഞ്ഞ സംഗതി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണം നിഷിദ്ധമാണല്ലോ. ഇതൊക്കെ അറിയണ മാപ്പിളമാര് തന്നെ പുതിയ ആപ്പിള പോകുമ്പോ സ്വർണമിടും. സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ തന്റെ കയ്യിലെ വള കാണുമ്പോ ദുഃഖിക്കുകയാണ്. അതേ, ഇന്നിതാ ആളുകൾ അമ്മായി അമ്മ തരുന്ന ചാൻസ് അല്ലേ ഇപ്പൊ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന്റെ ദിവസത്തിൽ പുതുമണവാളൻ ചമയുമ്പോ പന്തലിൽ പോയി ഇരിക്കുമ്പോ അതേ പെണ്ണുങ്ങളും കുടുംബക്കാരും ഒക്കെ അവന്റെ വിരലുകളിൽ പൊന്നണിയിക്കുമ്പോൾ അത് സന്തോഷത്തോടെ വലിയ അഭിമാനത്തോടെ അണിയുന്നവരില്ലേ? നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയ എവിടൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ എന്തൊക്കെയാ നടക്കുന്നത്. പൊന്നണിയുന്ന പുരുഷൻ സ്വർണ്ണ ചെയിനണിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സ്വർണത്തിന്റെ ചെയിനണിയുന്നു. കസ്റ്റംസിൽ പ്രശ്നമില്ലാതെ വീട്ടിലെത്തുവോളം ഞാനൊന്ന് ധരിക്കട്ടെ, അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ഊരിവെക്കാം എന്ന് പറഞ്ഞ് ഒരു നിമിഷ നേരത്തേക്ക് സ്വർണം ധരിക്കാൻ പുരുഷന് പാടുണ്ടോ? പാടില്ലല്ലോ. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന സംഗതി ഉണർച്ചയിൽ പോലും ഇന്ന് പലർക്കും മുസ്ലിം എന്ന് പറയുന്നവർക്ക് വേദനയില്ല, അവർക്കതിൽ വിഷമം തോന്നുന്നില്ല. സ്വർണത്തിന്റെ മോതിരവും മറ്റും ധരിച്ചുകൊണ്ട് നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ ഒരു സഹാബിയുടെ കൈവിരലിൽ സ്വർണം കണ്ടപ്പോ, മോതിരം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഊരി വലിച്ചൊരേറു കൊടുത്തുകൊണ്ട് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അയഅ്മിദു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടോ? തീക്കട്ട കയ്യിൽ അണിയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി എറിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ
മറ്റൊരു സഹാബിയോട് ചോദിച്ചു, ഖുദ്, ആ സ്വർണ്ണമുത്തിന്റെ മോതിരമല്ലേ, അതെടുത്തോളൂ, അത് ഉപയോഗിക്കാമല്ലോ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റുന്നവർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ മഹാനായ സ്വഹാബി പ്രതികരിച്ചത് എന്താണ്? ഇല്ല ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് ഊരി വലിച്ചെറിഞ്ഞ ഒരു സംഗതി ഇനി ഞാൻ തൊടുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, സാന്ദർഭികമായിട്ട് ഉണർത്തിയതാണ്. അപ്പൊ സ്വർണം അതേ ധരിക്കുന്ന ആണുങ്ങൾ, ഇനി മുതിർന്ന ആണുങ്ങൾക്കല്ലെങ്കിൽ അതാ ഭൂരിപക്ഷം ജനങ്ങളും കുട്ടികൾക്ക് പൊന്നു ധരിപ്പിക്കുന്നു, ആൺകുട്ടികൾക്ക് പൊന്നു ധരിപ്പിക്കുന്നു. അതേ, പ്രസവം നടന്നു, ആൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്ത് വരും, ഫോൺ വരും, ഭാര്യ വിളിക്കുന്നു, ബന്ധുക്കൾ വിളിക്കുന്നു, കുട്ടിയെ കാണാൻ പോകണം. കുട്ടിയെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോകാൻ പറ്റൂല. അത് നമ്മുടെ സ്റ്റാറ്റസിന് കുറച്ചിലാണ്, അത് നമ്മുടെ അഭിമാനത്തിന് മോശമാണ്. അതുകൊണ്ട് കുട്ടിക്ക് അരയിൽ കെട്ടാൻ ഒരു അരഞ്ഞാണം കൊണ്ടുപോകണം, ഒരു വള കൊണ്ടുപോകണം, മോതിരം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആൺകുഞ്ഞുങ്ങൾക്ക് സ്വർണം ധരിപ്പിക്കുന്ന, ആൺകുട്ടികൾക്ക് സ്വർണ്ണച്ചെയിനും സ്വർണത്തിന്റെ വളയും സ്വർണത്തിന്റെ മോതിരവും സ്വർണത്തിന്റെ അരഞ്ഞാണവും സ്വർണത്തിന്റെ കാൽത്തളയുമൊക്കെ തണ്ടയുമൊക്കെ ധരിപ്പിക്കുന്ന ആണുങ്ങളില്ലേ, പാടില്ല. അത് പുരുഷലോകത്തിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതിൽ കുട്ടികളും ഒഴിവല്ല. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പേരിൽ ആരും പൈസ ചെലവാക്കണ്ട, അതിന്റെ പേരിൽ ആരും കാശ് അയച്ചു കൊടുക്കണ്ട, ആ മാമൂലിനും ആ ആചാരത്തിനും നിന്നുപോകണ്ട. അത് ഇസ്ലാം വിലക്കിയ സംഗതിയാണ്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. പട്ട് കുട്ടികൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞില്ല, ആർക്കും പറ്റൂല എന്നാ പറഞ്ഞ. ആണുങ്ങൾക്ക് സിൽക്ക് ധരിക്കാൻ പാടില്ല. സിൽക്ക് ധരിക്കുന്ന പുരുഷന്മാരില്ലേ, സിൽക്കിന്റെ ജുബ്ബ അണിയുന്നവരില്ലേ, സിൽക്കിന്റെ തുണി ഉടുക്കുന്നവരില്ലേ, സിൽക്കിന്റേതായ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ അണിയുന്ന വലിയ മുതലാളിമാരെന്ന് പറയുന്നവരില്ലേ, എല്ലാം നിഷിദ്ധമാക്കിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വപ്നത്തിലാണ് കാണുന്നത്, യാഥാർത്ഥ്യ ലോകത്തല്ല. അവിടുത്തെ കയ്യിൽ 2 സ്വർണത്തിന്റെ വളകൾ കണ്ടപ്പോൾ അവിടുന്ന് അതിനെപ്പറ്റി സഹാബിമാരോട് പറയുന്നു, ഫഅഹമ്മനി ശഅ്നുഹുമാ, അവ രണ്ടിന്റെയും കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. സംഗതി പാടില്ലാത്ത സംഗതി അതാണല്ലോ ഇപ്പൊ കാണുന്നത്. ഫഊഹിയ ഇലയ്യ ഫിൽ മനാമി, അങ്ങനെ ഞാൻ ഇങ്ങനെ വേദന, അങ്ങനെ മനസ്സിൽ എനിക്ക് വേദനയോടെ ഇരിക്കുന്ന നേരത്ത് എനിക്ക് വഹി കിട്ടി. അതേ സ്വപ്നത്തിൽ തന്നെ എന്നോട് വഹി കിട്ടി, അനിൻഫുഹുമാ, അത് രണ്ടും മേലും ഒന്ന് ഊതി നോക്ക്. എന്നോട് പറഞ്ഞത് ഊതാൻ പറഞ്ഞു. ഫറഫഖ്തുഹാ, ഞാനതും മേൽ ഊതിയപ്പോൾ ഫതാറാ, അത് രണ്ടും അങ്ങ് പാറിപ്പോയി. എന്റെ കയ്യിൽ നിന്ന് രണ്ടുമാണ് പോയി. ഒരു ഊതുമ്പോൾ പാറിപ്പോയി ആ 2 സംഗതിയും. വിരല്ല അതങ്ങ് പാറിപ്പോയി. അങ്ങനെ പിന്നീട് അള്ളാഹുവിന്റെ വഴി അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്നു. എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് അവിടുന്ന് പിന്നീട് പഠിപ്പിച്ചു. ഫഅവ്വൽതുഹുമാ, ഞാൻ ആ 2 വളകളെയും കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നു. അതെന്താണെന്നോ, കദ്ദാബൈനി യഖ്റുജാനി മിൻ ബഅദി, എന്റെ ശേഷം അതാ ഞാനല്ലാതെ, ഞാൻ അന്ത്യപ്രവാചകനാണല്ലോ, അന്ത്യപ്രവാചകനായ എന്റെ ശേഷം ഇനിയും നബിയാണെന്ന് പറഞ്ഞു പുറപ്പെടുന്ന 2 കള്ളന്മാരാണവര്. അതെങ്ങനെ? ഒന്ന് മുസൈലിമ, ഈ പറഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ്, യമാമക്കാരനായ മുസൈലിമ, മറ്റൊന്ന് യമൻകാരനായ അസ്വദുൽ അനസി. ഈ 2 ആളാണ് ആ 2 വള. അത് വ്യാഖ്യാനിച്ചത് എങ്ങനെയെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതേ, ഇന്നമാ അവ്വലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിവാറൈനി ബിൽ കദ്ദാബൈനി, ഈ വളകളെ എങ്ങനെയാണ് 2 കള്ളന്മാരായിട്ട് വ്യാഖ്യാനിച്ചത്? കാരണം കളവ്, കള്ളത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഅന്നൽ കദിബ വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, നുണയും കളവും, കള്ളം എന്ന് പറഞ്ഞാൽ വെക്കാൻ പാടില്ലാത്ത സ്ഥാനത്ത് വേറൊന്ന് വെക്കലാണല്ലോ. പറയരുതാത്തത് പറയാ, ചെയ്യരുതാത്തത് ചെയ്യാ, അതൊക്കെയാണല്ലോ കള്ളത്തരം. ഒരു സംഗതി അത് വെക്കേണ്ട സ്ഥാനത്തല്ലാതെ സ്ഥാനത്ത് വേറൊന്ന് വെക്കുക, അരുതാത്തത് ചെയ്യുക, ഇതാണല്ലോ കള്ളത്തരം. അപ്പോ ഫലമ്മാ റആ ഫീ ദിറാഇഹി സിവാറൈനി മിൻ ദഹബിൻ വലൈസാ മിൻ ലുബ്സിഹി, അവിടുന്ന് ഒരിക്കലും ധരിക്കാത്ത 2 സംഗതികൾ, വളകൾ അവിടുത്തെ കൈകളിൽ കണ്ടപ്പോ, അത് സ്ത്രീകളുടെ ആഭരണമാണല്ലോ, കണ്ടപ്പോ അവിടുത്തേക്ക് മനസ്സിലായി അർഹതപ്പെടാത്തത് വാദിക്കുന്ന ആളുകൾ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊരു വിലയുമില്ല. ഊതിയപ്പോൾ പാറിപ്പോയി, ഒരു വിലയും കിട്ടാല്ല എന്നാണ്. അങ്ങനെയായിരിക്കാം അത് വ്യാഖ്യാനിച്ചതെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു കാണുന്നു. ഏതാവട്ടെ സഹോദരന്മാരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുസൈലിമ എനിക്കും പകുതി നിങ്ങൾക്കും പകുതി എന്ന് പറയാൻ വെമ്പുന്നു. എന്നിട്ട് പറയാണ് മുസൈലിമയുടെ മോഹം. മുസൈലിമ വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നമ്മൾക്കൊരു 50-50, പകുതി എനിക്ക് പകുതി നിങ്ങൾക്ക്. ഖുറൈശികളുടെ കാര്യം പകുതി ഞാൻ നോക്കും, പകുതി നിങ്ങൾ നോക്കും. അങ്ങനെ നമ്മൾക്കൊരു കൂറ് കച്ചവടം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം ഓർക്കുകയാണ്. അതെ, ഇതിൽ ഒരു വള, അതിൽ പറഞ്ഞ ഒരു പൊന്നിന്റെ വള ഇവൻ തന്നെയാണ്. ഒരാൾ ഇനി വേറെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇയാൾ തന്നെയാണ്, ഇവൻ കുഴപ്പക്കാരനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊന്നില്ല. പക്ഷെ മുന്നറിയിപ്പ് നൽകി. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, നിന്റെ നാശമാണ് നിനക്ക്, നിന്റെ അന്ത്യം വളരെ മോശമായിരിക്കും, നിനക്കൊരു നല്ലതിനല്ല, നീ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിനക്ക് വല്ലാത്ത അപകടമാണ് എന്നൊക്കെ അവിടുന്ന് പറഞ്ഞല്ലോ. പിന്നീട് അധിക നേരമൊന്നും അല്ലാഹുവിന്റെ റസൂൽ മുസൈലിമയോട് സംസാരിക്കാൻ നിന്നില്ല. കൂടെയുള്ള സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബാക്കി പറഞ്ഞു നീ പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കാര്യം ഏൽപ്പിച്ച് ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മൻസറഫ, അവിടുന്ന് പോയി. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല. അങ്ങനെ ഇവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഇവൻ യമാമയിലെത്തിയപ്പോണ്ട് പിന്നെ ഇവൻ ഒരു കത്തയക്കുന്നത്. യമാമയിലെത്തിയ മുസൈലിമ പിന്നെ ഒരു കത്തയക്കുന്നു. എന്താ കത്തിലെ വാചകം? മിൻ മുസൈലിമത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന്. ഫ്രം മുസൈലിമ, ആരാണ്? അള്ളാന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന്. ഇലാ മുഹമ്മദിർ റസൂലില്ലാഹ്, അതാ അവന്റെ തന്ത്രം. മുഹമ്മദ് നബി റസൂലല്ലാന്നോ പറയില്ല, കുറച്ച് അനുയായികളെ കിട്ടണ്ടേ, കുറച്ച് ആളെ കിട്ടണ്ടേ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ്. അങ്ങനെ ഒരു ഔദാര്യം അവന്റെ വക ഉണ്ട്. അതൊരു ഔദാര്യ. അള്ളാന്റെ റസൂൽ തന്നെയാണ് മുഹമ്മദ് നബി. ഞാനും അതാണെന്നാണ് അവന്റെ ഗർവവും അഹങ്കാരവും. അങ്ങനെ മുസൈലിമ കത്തയച്ചിട്ട് പറയുന്നു, അതേ, മുസൈലിമയിൽ നിന്ന് മുസൈലിമ റസൂലില്ലയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളയിലേക്ക്. എന്താ വിഷയം? അമ്മാ ബഅദ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഫഇന്നൽ അർദ ബൈനി വബൈനക ലീ നിസ്ഫുഹാ വലക നിസ്ഫുഹാ. കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ ഭൂമി എന്ന് പറയുന്നത് മക്കയും അതിലടങ്ങുന്ന നമ്മുടെ അധികാര പ്രദേശങ്ങളും അവിടുത്തെ ജനങ്ങളുമൊക്കെ 50-50 ആണ്. എനിക്കും നിങ്ങൾക്കും പകുതി, എനിക്ക് പകുതി, വലക നിസ്ഫുഹാ, നിങ്ങൾക്കും പകുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് വായിക്കുന്നു, ഉടനെ മറുപടി കൊടുക്കുന്നു. ഫകതബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മുസൈലിമക്ക് മറുപടി കൊടുക്കുന്നു, കത്തയക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിർ റസൂലില്ലാഹ് ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് അറിയിക്കുന്നത് ആർക്ക്? ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, പെരും കള്ളനായ മുസൈലിമക്ക്, പെരും കള്ളത്തരം വാദിക്കുന്ന മുസൈലിമക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് അയക്കുന്നത്. സലാം പറയാൻ പറ്റൂലല്ലോ അവനോട്, ഇവൻ മുസ്ലിം അല്ലല്ലോ. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, മുസ്ലിമീങ്ങളോട് പറയുന്ന സലാമല്ല. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സമാധാനമുണ്ടാവട്ടെ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സമാധാനമുണ്ടാകട്ടെ. അതാണ് കത്തിലെ വാചകം. എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത്? ഭൂമി എനിക്കും നിങ്ങൾക്കും പകുതി അല്ലേ? ഫഇന്നൽ അർദ ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നീ മനസ്സിലാക്കിക്കോ, ഭൂമി എന്ന് പറയുന്നത് എന്റതും നിന്റതുമല്ല. ഫഇന്നൽ അർദ ലില്ലാഹ്, ഭൂമിയുടെ അവകാശി അല്ലാഹയാണ്. ഭൂമി അല്ലാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്. യൂരിസുഹാ, അതവൻ അനന്തരാവകാശമായി കൊടുക്കും. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം തഖ്വയുള്ളവർക്ക് മാത്രമായിരിക്കും എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ വാക്കുകളിലൂടെ മുസൈലിമക്ക് കത്തയച്ചു. മുസൈലിമ അങ്ങനെ ഈ കത്തൊന്നും കിട്ടിയ ഒരു വിലയും അവൻ കൽപ്പിക്കുന്നില്ല. അവൻ നാട്ടിലൊട്ടാകെ അനുയായികൾ ഉണ്ടാക്കാനുള്ള തിരക്കില. യമാമ മുഴുവനും ഓടി നടന്നുകൊണ്ട് അവൻ നബിയായി വാദിച്ചു എന്ന് മാത്രമല്ല, അവൻ ഖുർആൻ ഓതാൻ തുടങ്ങിയതാണ്. ഏത് ഖുർആൻ? എനിക്കും ഇറങ്ങുന്നുണ്ട് എന്നാ പറഞ്ഞു, എനിക്കും ഇറങ്ങുന്നുണ്ട്.
അങ്ങനെ വന്നാസിയാതി ഖർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ എന്നൊക്കെ ഉണ്ടല്ലോ ഖുർആനിൽ. ചില റിപ്പോർട്ടുകൾ കാണാം ഇവനും ഓതാൻ തുടങ്ങി വൽആജിനാതി അജ്നാ വൽഖാബിസാതി ഖബ്സാ. എന്താ ഇതിന്റെ അർത്ഥം? മാവ് കുഴക്കുന്ന പെണ്ണുങ്ങള്, പത്തിരി ചുടുന്ന പെണ്ണുങ്ങള്, ആജിനാത്ത് ആജിന മാവ് കുഴക്കുന്ന പെണ്ണുങ്ങള്, വൽഖാബിസാതി ഖബ്സാ ഖുബ്സ് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങള് എന്നൊക്കെ പറഞ്ഞു. ഇവനും ഇങ്ങനെ പ്രാസമൊപ്പിച്ച് ഇങ്ങനെ സജഉ ഒപ്പിച്ചുകൊണ്ട് ഇവനും പറഞ്ഞു എനിക്കും ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ മാത്രല്ല, അവൻ അവന്റെ അനുയായികളെ പാട്ടിലാക്കാൻ വേണ്ടി അവൻ ചില ഓഫറുകളും കൊടുത്തു. അതെന്താ? ഞാൻ അള്ളാന്റെ റസൂലായതുകൊണ്ട് നിങ്ങൾക്ക് ചില ഇളവുണ്ട്. എന്താ? കള്ളുടിച്ചോളി. ഖംറ് മൂപ്പര് അനുവദിച്ചു കൊടുത്തു. പിന്നെ അടുത്ത എന്താ? വ്യഭിചാരം. അത് കുഴപ്പമില്ല, അതൊന്നും ഇല്ലാതെ നടക്കൂല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, വ്യഭിചരിച്ചോ, സന്തോഷായില്ലേ. പിന്നെന്ത് പറഞ്ഞു? നിസ്കരിക്കൊന്നും വേണ്ട. നമ്മുടെ ചെകനൂർ മൗലവി പറഞ്ഞമായി മൂപ്പര് ബുക്കർക്കെ തന്നെ എങ്ങനെ പണ്ട് നിസ്കരിച്ച് ക്ഷീണിച്ചവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് നിസ്കാരം എന്നുള്ള പേരിൽ ഒരു ബുക്കർക്കെ ആളാണ് നമ്മുടെ ചെകനൂർ മൗലവി. അതുപോലെ ഇയാൾ വന്നിട്ട് എന്ത് പറഞ്ഞു? നിസ്കരിക്കൊന്നും വേണ്ട, പിന്നെ കള്ളുടിച്ചോളി, ഒന്നും കുഴപ്പമില്ല, വ്യഭിചാരല്ലേ, അതൊക്കെ നടന്നോട്ടെ, ഒന്നും പ്രശ്നത്തൊക്കെ ഞാൻ തരുന്ന ഇളവുകളാ. മുഹമ്മദ് അള്ളാന്റെ റസൂൽ തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നിന്ന് ഞാനും അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്റെ കൂടെ കൂടിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പർക്ക് നല്ല അനുയായികളെ കിട്ടി. കാരണം എന്താ? അത് കിട്ടുമല്ലോ, നല്ല ഓഫറല്ലേ കൊടുത്തിട്ടുള്ളത്. നല്ല അനുയായികളെയും കിട്ടി. അനുയായികളെ കിട്ടിയെന്ന് മാത്രല്ല, ഒരു പെണ്ണ് മൂപ്പരിലേക്ക് വല്ലാതെ ആകൃഷ്ടയായി, സജാ. അവളും നബിയായിട്ട് വാദിച്ചോളാം. അപ്പൊ നല്ല ചക്കിക്കൊത്ത ചങ്കരനായി ഒരു തമ്മിൽ കല്യാണവും നടന്നു. പിന്നെ മുസൈലിമ കൊല്ലപ്പെട്ടതിന്റെ ശേഷം ഈ പെണ്ണും കെട്ടണ്ട വന്ന് മുസ്ലിമായി എന്നാണ് ചരിത്രം. അള്ളാഹുവിന്റെ ഹിദായത്ത് ആർക്ക് എപ്പോഴാ കിട്ടുക എന്നറിയില്ലല്ലോ. അപ്പോ ഈ മുസൈലിമത്തി ഇതിങ്ങനെ അവന്റേതായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ യമാമയിലൊക്കെ നടത്തി. അവൻ എന്ത് ചെയ്തു? പിന്നെ അവൻ പോകുന്നില്ല, ദൂതനെ പറഞ്ഞയക്കല. അങ്ങനെയാണല്ലോ, വലിയ ആൾക്കാരായ പിന്നാണ് നേരെ പോകില്ലല്ലോ. പിന്നെ ആളെ പറഞ്ഞയക്കൽ തുടങ്ങി. ഒരു രണ്ടാളെ പറഞ്ഞയച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദൂതന്മാരെ പറഞ്ഞയച്ചു. രണ്ടാള് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആ വന്ന രണ്ട് ദൂതന്മാരോട് ചോദിച്ചു, അത്തശ്ഹദാനി അന്നീ റസൂലുള്ളാഹ്, നിങ്ങൾ രണ്ടാളും സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഞാൻ അള്ളാന്റെ റസൂലാണെന്ന്? ഫഖാല, അവർ രണ്ടാളും ഉടനെ പറഞ്ഞു, നഷ്ഹദു അന്ന മുസൈലിമത റസൂലുള്ളാഹ്, ഞങ്ങൾ മുസൈലിമ അള്ളാന്റെ റസൂലാണെന്നാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ലൗ കുൻതു ഖാതിലൻ റസൂലൻ ലഖതൽതുകുമാ, എവിടെന്നെങ്കിലും വന്ന ഒരു നിവേദക സംഘത്തിലെ ദൂതന്മാരെ കൊല്ലാനെങ്ങാനും എനിക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ കൊല്ലുമായിരുന്നെങ്കിൽ, നിങ്ങൾ രണ്ടാളുടെ മുമ്പൊന്നും ജീവനോടെ പോകൂല. പക്ഷെ ഞാൻ അങ്ങനെ കൊല്ലാതെ വിട്ടു. രണ്ടാളെയും കൊല്ലാതെ വിട്ടു. അങ്ങനെ അവനും അവന്റേതായ തേർവാഴ്ചയും അവന്റെ പ്രവർത്തനങ്ങളൊക്കെ യമാമയിൽ ഇങ്ങനെ നടന്നു. ഹിജ്റ 10ാമത്തെ വർഷമാണ് ഇവന്റെ നുബുവത്ത് വാദം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഹിജ്റ 12ാമത്തെ കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അള്ളാന്റെ റസൂലിന്റെ പ്രവചനം പുലർന്നു. യമാമയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ശക്തമായ നിലക്കുള്ള പോരാട്ടമുണ്ടായി യമാമയിൽ. യമാമ യുദ്ധം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ഹിജ്റ 12ാമത്തെ കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്, അഥവാ റസൂലുള്ളാഹിന്റെ വഫാത്തും കഴിഞ്ഞ് ഏതാണ്ട് 2 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോ യമാമയിൽ ഏറ്റുമുട്ടലുണ്ടായി. ആ യുദ്ധത്തിൽ ഇവൻ കൊല്ലപ്പെട്ടു. ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാരാന്നറിയോ നിങ്ങൾക്ക്? ഉഹദ് യുദ്ധത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു കൊന്ന ഒരാളുണ്ടായിരുന്നു, വഹ്ശി. അയാൾ മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നപ്പോൾ അള്ളാന്റെ റസൂൽ മുഖത്തേക്ക് നോക്കാൻ മടിച്ചിരുന്നു. അത്രയും വേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കൊലപാതകം. എന്നിട്ടും വഹ്ശിക്ക് മാപ്പ് കൊടുത്തു. ആ വഹ്ശി റളിയല്ലാഹു അൻഹു, അതെ, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, ഏറ്റവും നല്ലൊരു മനുഷ്യനെ കൈകൊണ്ട് കൊന്നയാളാ ഞാൻ, ഇതിനെനിക്ക് തൗബ വേണം, ഏറ്റവും വെറുക്കപ്പെട്ടവനെ കൊല്ലാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ പാഴാക്കൂല. അതും പറഞ്ഞ് നടന്നിരുന്ന വഹ്ശി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമ യുദ്ധം നടക്കുമ്പോൾ തക്കം പാർത്ത് ശക്തമായ നിലക്ക് തലയങ്ങ് അറുത്തു കളഞ്ഞു. ആരുടെ? മുസൈലിമയുടെ തലയറുത്തു കളഞ്ഞു. കൊല്ലാനുള്ള അവസരം കിട്ടിയത് വഹ്ശി റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും.
അങ്ങനെ പല കള്ളന്മാരും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ തുടക്കത്തിലെ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു നുബുവത്ത് വാദിയുടെ പേരായിരുന്നു യമൻകാരനായ അസ്വദുൽ അനസി. അയാളും നബിയായിട്ട് വാദിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 24 മണിക്കൂർ മുമ്പ്, ഒരൊറ്റ ദിവസങ്ങൾക്ക് മുമ്പ് അസ്വദുൽ അനസിയും കൊല്ലപ്പെട്ടു. നബിക്ക് വഹി കിട്ടിയത് യമനിലുള്ള അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന്. നബിന്റെ കാലത്ത് അസ്വദുൽ അനസി കൊല്ലപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസൈലിമയും കൊല്ലപ്പെട്ടു. ആ പ്രഖ്യാപനം, അവിടുത്തെ പ്രവചനം, ആ 2 വളയും പാറിപ്പോയി. അത് ഊതി ഒന്നുമില്ലാതായി, നിശേഷമായി, നാമാവശേഷമായി മാറി എന്നർത്ഥം. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ കൂടുതൽ അവിടുത്തോട് സ്നേഹം നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു നിറക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ശിഫയാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.